ഇപ്പം തന്നെ ഒരുപാട് ജനങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒരഭിപ്രായമില്ല. വി ഡി സതീശൻ്റെ പ്രവർത്തനം പോരാ, അത് നമുക്ക് പറയാതെ പറ്റില്ല. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായ രീതിയിലില്ല, എന്നാൽ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. വികസനം കേരളത്തിലെ ഏറ്റവും നല്ല വികസനം നടക്കുന്നത് പറവൂർ മണ്ഡലത്തിൽ തന്നെയാണ്. അത് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അയാളെ കാണും. 5 തവണയായി ഇപ്പോൾ വി ഡി സതീശൻ ഇവിടെ നിന്ന് ജയിക്കുന്നത്. നമ്മുടെ റോഡുകൾ വളരെ മോശമാണ്. പക്ഷേ ഒരു MLA എന്ന നിലയിൽ ഞങ്ങൾക്ക് പുള്ളിനോടെ സംസാരിക്കാൻ പറ്റുള്ളൂ, പുള്ളിനോടെ പറയാൻ പറ്റുള്ളൂ. ഇത് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വികസനം കൊണ്ടുവരേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുൻപന്തിയിൽ നിന്ന് നടത്തി കൊടുക്കണം. അല്ലാതെ വാപോയ വാക്കത്ത് പോലെ പ്രസംഗിച്ച് നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. ന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറവൂർ മണ്ഡലത്തിൽ ശരിക്കും ഒന്നും ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തവണ ഈ കഴിഞ്ഞ ഈ പ്രതിപക്ഷ നേതാവായ ഈ മണ്ഡലത്തിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മേഖലകളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിലൊന്നും കാര്യമായ രീതിയിൽ ഇടപെടുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ വളരെയധികം കുറവായിട്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ റോഡുകൾ തന്നെ താറുമാറായി കിടപ്പുണ്ട്. ഇപ്പം തന്നെ ഈ നമ്മുടെ BM വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാനും റോഡുകൾ 5 വർഷത്തേക്ക് നമ്മൾ കരാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 5 വർഷം ആ റോഡിന് സുരക്ഷിതമായ ഇതുണ്ടാവണം 5 വർഷത്തേക്ക്. അതായത് ഒന്നില്ലെങ്കിൽ ആ കരാറുകാരന് അത് ചെയ്യണം, പൊട്ടിപ്പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ MLA എന്നുള്ള രീതിയിൽ അത് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കടമ പ്രതിപക്ഷ നേതാവിനുണ്ട്. അപ്പോൾ അതൊന്നും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇതായത് കണ്ടില്ലേ, ഈ റോഡുകൾ തന്നെ കിടക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശോചനീയാവസ്ഥപരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അതിൻ്റെ പേരിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇപ്പം തന്നെ ഒരുപാട് ജനങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഒരഭിപ്രായമില്ല. അപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു സമ്പന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരുടെയും കാഴ്ചപ്പാട്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക പ്രതിപക്ഷ നേതാവ്. ഈ പറവൂർ മണ്ഡലം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്താവുന്ന രീതിയിൽ നടത്തുക. ഇനി ഏകദേശം 1 വർഷം കൂടി ഇല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ തൂയിത്തരേനെ അവിടെ എല്ലാവിധ സൗകര്യങ്ങൾക്കും ഞങ്ങളുടെ മെമ്പറോട് സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അഭിപ്രായം എൻ്റെ. ഈ വി ഡി സതീശൻ ഈ പറവൂരിൻ്റെ വികസന നായകൻ എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഞാനൊരു ലേഡിയല്ലേ, ഞാൻ ഈ വീട്ടു പണിക്ക് പോണ ആളാണ്. അങ്ങനെയാണ് എല്ലാവരുടെ സംസാരം. നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്, ജനകീയമായിട്ട് എല്ലാ ഇതിലേക്കും എത്തിച്ചേരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് ഒരു ജനം എന്ന നിലയിൽ പറയാനുള്ളത്. ഈ ഒരു വികസന നായകനായിട്ട് വി ഡി സതീശനെ പറവൂരിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അദ്ദേഹം എത്രയോ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ മണ്ഡലത്തിലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതാ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി മണ്ഡലത്തിലേക്ക് വേണ്ടിയിട്ടൊക്കെ വിനിയോഗിക്കുന്നത് കാണാറുണ്ട്. ഞാനിപ്പോൾ ഒരു പാർട്ടിയുടെ വ്യക്താവായിട്ടൊന്നും പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ ആയിട്ട് എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വളരെ നല്ലതാണ്. പറവൂരിൻ്റെ നായകനാണ്. ആണോ വി ഡി സതീശൻ? നല്ല പ്രവർത്തനമാണെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല പ്രവർത്തനം, നല്ല അഭിപ്രായമാണ്. വികസന നായകനാണോ പറവൂരിൻ്റെ? എന്താ അങ്ങനെ പറയാൻ കാരണം? എനിക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ല വികസനങ്ങളൊക്കെ ഉണ്ട്. തന്നെയാണ്. എല്ലാം നല്ല ഒരു മനുഷ്യനാണ്. എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയൊക്കെ പെരുമാറാനും എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഒക്കെ നല്ല ഇതാണ്. എല്ലാവർക്കും സഹായിയാണ്. എല്ലാവരുടെ സഹായങ്ങളൊക്കെ എല്ലാം ചെയ്തു കൊടുക്കാനും എല്ലാവരുടെ കാര്യത്തിൽ ഇടപഴകാനും ഒക്കെ നല്ല ഇതാണ് പുള്ളിക്കാരൻ. എല്ലാവർക്കും നല്ല അഭിപ്രായവുമാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ആൾക്കാരായിട്ടുള്ള സഹകരണവും എല്ലാം നല്ല രീതിയിലുള്ളതാണ്. എനിക്ക് നല്ല അഭിപ്രായമാണ്. കുഴപ്പമൊന്നുമില്ല, ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. വി ഡി സതീശൻ ഒരു വികസന നായകനാണെന്ന് പറയാൻ പറ്റുമോ പറവൂരിൻ്റെ? കുഴപ്പമില്ല, അത്ര കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. വി ഡി സതീശൻ്റെ പ്രവർത്തനമൊന്നും പോരാ, അത്ര ക്ലിയർ ഒന്നുമില്ല. ഇത് പറയാൻ കാരണം ഇവിടുത്തെ ഞങ്ങൾക്ക് അനുഭവമുള്ളതിൻ്റെ പേരിൽ ആണ്. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടുകൂടെ, ഈ റോഡും ഇതും എല്ലാം ഈ ഞങ്ങളൊക്കെ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട ഓടണത്. ഓരോ ഓട്ടോ ഒന്നും വികസനമായി ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഇല്ല. പിന്നെ
പോരാന്ന് കുഴപ്പം നമ്മൾ തീരെ മോശമാണെന്നൊന്നും പറയില്ല ആള്. എന്നാലും അത്രക്കാണ്ട് പോരാ. ഇനിയും വളരാനാണ്, ഇനിയും ഒരു ഇത് ചെയ്യാനുണ്ട്. എനിക്ക് പുള്ളിയുടെ കാര്യത്തിൽ അത്ര താല്പര്യക്കുറവുണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത്. കുറച്ചും കൂടിയും പുള്ളി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആകാനുണ്ട്. പ്രവർത്തനം പോരാ, അത് നമുക്ക് പറയാതെ പറ്റില്ല. വലിയ കുഴപ്പമില്ലാതെ പോകും, കുഴപ്പമൊന്നുമില്ല. ഒരു വികസനം വികസനത്തിലൊന്നും വലിയ തെറ്റില്ല ഇവിടുത്തെ ഈ മണ്ഡലത്തിൽ. അത് ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പുള്ളി നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പുള്ളി. അതുകൊണ്ടാണല്ലോ ഇവിടെ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞതിൻ്റെ അങ്ങേ തവണത്തേക്കാളും കൂടുതൽ ഭൂരിപക്ഷം ഇന്ന് കഴിഞ്ഞാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് പുള്ളി അത് ചെയ്യുന്നതിൻ്റെ മുഖത്താണ് ജനങ്ങൾ പുള്ളിക്ക് കൊടുക്കണം. നല്ല പ്രവർത്തനങ്ങളാണ്. പിന്നെ സാധാരണക്കാർക്ക് വേണ്ടിയൊക്കെ അങ്ങനെ എല്ലാ സഹായങ്ങളും ചെയ്യാറുണ്ട്. ഓഫീസിൽ ചെന്നാലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. നല്ല അഭിപ്രായമാണ്. വ്യക്തിപരമായിട്ട് അറിയുന്നത് കൊണ്ടാണ്. എൻ്റെ മോളെ പഠിപ്പിച്ച ടീച്ചറുടെ ഹസ്ബൻഡിൻ്റെ അനിയനാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു ഫാമിലിയായിട്ട് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ട് നല്ല അഭിപ്രായമാണ് എനിക്ക്. പുള്ളിയുടെ വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വികസനം ഇവിടെ കാര്യമായ രീതിയിൽ നടക്കണില്ല. പുള്ളി മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യം നടക്കില്ല. ഭരിക്കുന്ന സർക്കാരും കൂടെ അതിനകത്തൊരു പങ്കുണ്ട്. അപ്പോൾ അവരുടേതായ ഒരു തീരുമാനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ കാര്യം രാഷ്ട്രീയം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ രീതിയിൽ ഒരാൾ കാണിക്കണം, ഒരാൾ പൊക്കി പറയും, മറ്റൊരാൾ അപ്പം എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി അവർ കാത്തു നിൽക്കും, അവർ തിരിച്ചിങ്ങോട്ട് പറയും. അങ്ങനെ ഓരോരോ കാരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായ രീതിയിലില്ല. എന്നാൽ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. ഓരോ രാഷ്ട്രീയക്കാരും അവരുടേതായ രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണല്ലോ നടത്തുന്നത്. നമുക്കതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ നമ്മൾ നോട്ടപ്പുള്ളിയാവും. പിന്നെ വേറെ പ്രത്യേകിച്ച് നമുക്ക് പറവൂരിൻ്റെ ശരിക്കും വി ഡി സതീശൻ പറവൂരിൻ്റെ വികസന നായകനാണോ? ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്. എന്ന് വെച്ചാൽ പുള്ളി വിചാരിച്ചുകൊണ്ട് മാത്രം വികസനം നടക്കുമല്ലോ. ആരാണോ ഭരിക്കണ അവരും കൂടെ വിചാരിക്കണ്ടേ. പുള്ളി മാത്രം വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വികസനം ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വികസനങ്ങളുണ്ട്, എന്നാൽ അതേപോലെ പോരായ്മകളും ഉണ്ട്. നമ്മളൊരു രാഷ്ട്രീയം പറയണതല്ല, നമ്മളൊരു പ്രത്യേകിച്ചൊരു രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ആളല്ല. നമുക്കെല്ലാവരും ഒരേപോലെ സമത്വരാണെന്നുള്ള രീതിയിലാണ് നമ്മൾ നടക്കുന്നത്. വിലയിരുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ആളിപ്പോൾ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നടന്നു പോകുന്നുണ്ട്. അല്ലാതെ വേറെ ഇതൊന്നുമില്ല. ഇപ്പോൾ റോഡ് നന്നാക്കുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വീട് വയ്ക്കുന്നുണ്ട്, പിന്നെ ഇപ്പോൾ സ്കൂളിന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ആൾ വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. സംഭവം ക്ലിയറായിട്ട് പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. നല്ല മനുഷ്യനാണ്. എൻ്റെ ഇതിൽ നല്ല മനുഷ്യനാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഒരാളില്ലെങ്കിൽ ഒരാൾ നിയന്ത്രിച്ച് പോകും. അതാണ് എൻ്റെ മനസ്സിലതാണ്. അവരൊക്കെ നല്ല മനുഷ്യരാണ്. നമ്മൾ വെറുതെ വായി തോന്നിയത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒന്ന് നിശ്ചയിച്ചാൽ ഒന്ന് ഇതുണ്ടാവും. ഇപ്പം ഞാൻ 2 മക്കളെ ഇട്ട് ജീവിക്കുന്നു, 2 പെൺകുട്ടികളാണ്. അപ്പോൾ അത് നമുക്കൊരു ഇതുണ്ട്, വിശ്വാസമുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും നോക്കാമെന്നുള്ളത് ഇല്ലേ. അങ്ങ് അച്ഛനില്ല, അമ്മയില്ല, അപ്പൂപ്പനില്ല. അപ്പോൾ ഇപ്പോൾ പോയുള്ളൂ. പഠിക്കുകയാണ് അവർ. ഒരാൾ മൂത്തത് എൻജിനീയറിന് പഠിക്കണം, ഒരാൾ ഞാനൊരു കടയിൽ ഏൽപ്പിച്ചത് +2 വരെയും പഠിച്ചുകൊണ്ട് കളയും. 2 പെൺകുട്ടികൾ. ആരോടും ഒന്നുമില്ല, വേല എടുക്കുക, അവരെ ജീവിക്കുക. അതാണ് അത് ഇല്ലേ. അതാണ് എൻ്റെ അഭിപ്രായം. വേറെ ഒന്നുമില്ല. നല്ല മനുഷ്യനാണ്. നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. വികസനം കേരളത്തിലെ ഏറ്റവും നല്ല വികസനം നടക്കുന്നത് പറവൂർ മണ്ഡലത്തിൽ തന്നെയാണ്. അത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും ഭരണപക്ഷം അംഗീകരിക്കില്ല. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കഴിവും സാമർഥ്യവും ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം പറവൂരിൻ്റെ വികസനം നടത്തിക്കൊണ്ടുപോകുന്നത്. നല്ല വികസനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. കേരളത്തിൽ മാതൃകയായ ഒരു മണ്ഡലമാണ് പറവൂർ മണ്ഡലം. ഒന്നാമത്തെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ഇവിടുത്തെ റോഡുകൾ, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും, സാമൂഹ്യ വികസനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ലോക നിലവാരമുള്ള റോഡ് പോലെയാണ് ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ റോഡിൻ്റെ ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ. പിന്നെ പ്രാദേശിക വികസനത്തിൽ, പ്രാദേശിക സ്ഥാപനങ്ങളിലുള്ള വികസനത്തിൽ അതൊക്കെ രാഷ്ട്രീയ വിരുദ്ധമായ സമീപനം ഉണ്ടായിട്ട് പോലും അദ്ദേഹം നല്ല രീതിയിൽ അത് ചെലുത്തുന്നുണ്ട്. രാഷ്ട്രീയ ഇങ്ങനെ വൈരാഗ്യ ബുദ്ധിയില്ലാതെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും അദ്ദേഹത്തിൻ്റെ ഫണ്ട് എത്തിക്കുന്നുണ്ട്.
അതുകൊണ്ടാണോ ഇത്രയും വർഷമായിട്ട് അദ്ദേഹം തുടർച്ചയായിട്ട് വിജയിച്ചുകൊണ്ട്? തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു വ്യക്തി ബന്ധങ്ങളും പുലർത്തുന്ന ഒരു നേതാവ്, അതാണ് ഏറ്റവും വലിയ പ്രധാനം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കാളും ഉപരി അദ്ദേഹത്തോട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനെ കൂടെ കഴിയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നത്. ഇനിയും അദ്ദേഹം തന്നെയായിരിക്കും ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ ജയിച്ചു വരുള്ളൂ. രണ്ട് വികസനം പറവൂർ ഇതുവരെ ഉണ്ടായിരുന്നല്ല MLA മാരും ഉണ്ടായിട്ടുണ്ട്, ഇതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അവരിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായ പറവൂരിൻ്റെ വികസനമാക്കി പറവൂരാക്കിയത് VD സതീശൻ തന്നെയാണ്. നല്ല ഒരു മനുഷ്യനാണ്. അല്ലാതെ അങ്ങനെ സ്ഥിരമായിട്ട് ജയിച്ചു പോകില്ല. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടുനടക്കണതിൻ്റെ പേരിലാണ് അങ്ങനെ പോകുന്നത്. തിരക്കേടില്ല, പക്ഷേ പുള്ളി എല്ലാത്തിലും കയറി പ്രതികരിക്കുന്നു. അത് എനിക്ക് അത്ര തൃപ്തിയായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ TV കാണാത്ത ദിവസങ്ങളില്ല. അത്യാവശ്യ കാര്യങ്ങളൊക്കെ പ്രതികരിക്കണം. പക്ഷേ ചില കാര്യങ്ങൾ അത് ഇത്തിരി അതിശയോക്തി ആവുന്നില്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. വികസന നായകനാണോ ശരിക്കും? മിക്കവാറും അതിൽ തെറ്റൊന്നുമില്ല. അദ്ദേഹം വികസന നായകൻ തന്നെയാണ്. പ്രതികരണശേഷിയുണ്ട്. നല്ല മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഞാൻ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അയാളെ കാണും. എല്ലാ കാര്യത്തിലും ഇടപെടുന്നല്ലോ. ഏത് കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള എല്ലാ വോട്ടർമാരുടെ വീടുകളിലും പുള്ളിയുടെ സാന്നിധ്യം സജീവമാണ്. എനിക്ക് അയാളോട് നല്ല മതിപ്പാണ്. ഞാൻ ഒരു പക്ഷേ LDF അനുഭാവിയാണ് എങ്കിൽ പോലും ഞാൻ അയാളെ വളരെയധികം ബഹുമാനിക്കുകയാണ്. നല്ല മനുഷ്യനാണ്, നല്ലതാണ്. പ്രതിപക്ഷ നേതാവ് വിലയിരുത്തുന്നത് പുള്ളി എല്ലാ കാര്യത്തിനും ആര് വിളിച്ചാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടിയെത്തും. കല്യാണം ഉണ്ടെങ്കിൽ എത്തും, മരിച്ച വീട് ഉണ്ടെങ്കിൽ എത്തും. പുള്ളി എന്തെങ്കിലും സഹായത്തിന് പോയാൽ സഹായം ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. വളരെ നല്ല പ്രവർത്തനമാണ്. പറവൂർ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെപ്പറ്റി ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. പുള്ളി വളരെ സ്റ്റേണാണ്, വളരെ നല്ല ഭരണമാണ്. ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വ്യക്തിപരമായിട്ട് പുള്ളി അറിയാം, എനിക്ക് വളരെ താല്പര്യമുള്ളൊരു മനുഷ്യൻ കൂടിയാണ്. VD സതീശൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നല്ലൊരു അഭിപ്രായമാണ് പൊതുവെ പുള്ളിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ സ്കൂളുകൾക്ക് വേണ്ടി എന്ത് റോഡുകൾ പലതും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. നല്ല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച്. വർഷങ്ങളായിട്ട് പുള്ളിയുടെ പല കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഈ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം നോക്കില്ല. പുള്ളി എല്ലാവരുമായിട്ടും പുള്ളിക്ക് പറ്റാവുന്ന സഹായം ചെയ്യാറുണ്ട്. ഈ സമയത്ത് ഇനിയും ചെയ്യും എന്നുള്ള വിശ്വാസം. ഞാൻ CPM-ൻ്റെ ആളാണ്. ഞാൻ തുടർന്ന് പറഞ്ഞ ആളാണ്. നല്ലതെന്ന് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിയല്ല, അത് നമ്മൾ അംഗീകരിക്കും. 3 കൊല്ലം പറവൂരിൽ നിന്ന് വിജയിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവായി. ഇനിയും പറവൂർ MLA-യുടെ ഇത് വിട്ടിട്ടില്ല ഇപ്പോഴും. അപ്പോൾ പറവൂർക്കാർക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആളാണ്. പരിചയവും നല്ല ആളുമാണ് VD സതീശൻ. ഇവിടെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. നല്ല ഒരു വികസന നായകൻ തന്നെയാണോ പറവൂരിൻ്റെ? മോശം പ്രവർത്തനമാണ് ഇപ്പോൾ കുറേ നാളായിട്ട്. അതായത് ഇവിടുത്തെ ശോചനീയാവസ്ഥ വളരെ മോശമാണ്. ഇവിടെ 5 തവണയായി ഇപ്പോൾ VD സതീശൻ ഇവിടെ നിന്ന് ജയിക്കുന്നത്. നമ്മുടെ റോഡുകൾ വളരെ മോശമാണ്. പുള്ളി പറയണത് ഫണ്ട് കിട്ടുന്നില്ല എന്നാണ്. പക്ഷെ ഒരു MLA എന്ന നിലയിൽ ഞങ്ങൾക്ക് പുള്ളിനോടെ സംസാരിക്കാൻ പറ്റുള്ളൂ, പുള്ളിനോടെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുള്ളിയാണത് ഫണ്ട് ശരിയാക്കി ഇവിടെ റോഡൊക്കെ ശോചനീയാവസ്ഥയൊക്കെ മാറ്റി തരുന്നുണ്ട്. ഈ ഹോസ്പിറ്റലായാലും താലൂക്ക് ഹോസ്പിറ്റലായാലും പിന്നെ ബസ് സ്റ്റാൻഡ്, പിന്നെ ഈ മുനിസിപ്പൽ ടൗൺ ഹാള്, പിന്നെ ഇവിടെ ഒരു പിള്ളേർക്ക് കളിക്കണ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അതൊക്കെ വളരെ മോശമായിട്ട് കിടക്കും. നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണാൻ പറ്റുന്നതാണ്. പൊതുവെ മോശം അഭിപ്രായമാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ പുള്ളി വികസനായകനൊന്നുമല്ല. കാരണം ഇത്രയും ശോചനീയാവസ്ഥ നിലനിൽക്കുമ്പോൾ വികസനായകൻ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ പൊതുവെ ഒരു കോൺഗ്രസ് മണ്ഡലങ്ങളാണ്, കോൺഗ്രസ് ഒരു ഇതാണ്. പിന്നെ എതിർ കക്ഷികളായ പാർട്ടിക്കാരുടെ പ്രശ്നം കൂടിയാണ് പുള്ളി ജയിക്കാനുള്ള പ്രധാന കാരണം. ഒരു പ്രത്യേകിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നല്ല മനുഷ്യനാണ്, എല്ലാവർക്കും ഉപകാരിയാണ്. അടുത്ത പ്രാവശ്യം പുള്ളി ഞാൻ വന്നിട്ടില്ല, ഒന്നും ചോദിച്ച് എങ്കിലും എനിക്ക് നല്ല അഭിപ്രായമുള്ള വ്യക്തിയാണ്.
വളരെ നല്ല പ്രവർത്തനം. നല്ലൊരു ഭരണാധികാരി എന്ന നിലയിൽ ഞങ്ങൾ കാണുന്നു. ഈ പറവൂരിൻ്റെ നല്ലൊരു വികസന നായകനാണോ പുള്ളി? വികസനത്തിന് പല തടസ്സങ്ങളുണ്ടല്ലോ, ആ തടസ്സങ്ങൾ മാറ്റി കൊണ്ടുവരുമെന്ന് വിചാരിക്കാം. വികസന നായകനാണോ പുള്ളി? വികസന നായകനാണ്. ആണല്ലേ? അതെ. നല്ല ജനപ്രതിനിധിയാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ് പുള്ളിനെ പറ്റി. വികസന നായകൻ എന്ന് പറയാൻ പറ്റുമോ? വികസന നായകൻ എന്ന് പറയാൻ പറ്റും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അതിന് പല വികസനങ്ങളും ഈ പറവൂര് പുള്ളി ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ഇവിടെ കോളേജ് വരാൻ പോണതും ഇപ്പോൾ കുറച്ച് നാളായിട്ട് വളരെ മോശമാണ്. കോടതിയുടെ കോമ്പൗണ്ടൊക്കെ വളരെ ആയിട്ട്. പിന്നെ ഞങ്ങൾക്ക് കോർട്ട് ഫീസ് സ്റ്റാമ്പ് പോലും പരാതി പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കുറേ നാളായിട്ട് കോർട്ട് ഫീസ് സ്റ്റാമ്പ് പറവൂരില്ല. പറവൂർ കിട്ടാനില്ല. എറണാകുളത്ത് പോയാൽ ഞങ്ങൾ 5 രൂപ സ്റ്റാമ്പ് പോയി മേടിക്കുന്നത്. ആരും ഒന്നും പാട്ടൊക്കെ കാര്യം ശരിയാക്കണില്ല. ഇവിടെ തന്നെ ഈ കോടതിയുടെ കംപ്ലീറ്റ് വെള്ളക്കെട്ടായിട്ട് കിടക്കുക. അതൊന്നും ഇതുവരെ പണിയടിച്ചിട്ടില്ല. റോഡുകൾ വളരെ മോശമാണ്. അതാണ് ഈ അഭിപ്രായം പറയാനുള്ളത്. കുഴപ്പമില്ല, ഡിസൈനാണ്, നല്ല മനുഷ്യനാണ്. ആണോ? നല്ല മനുഷ്യനാണ്, കുഴപ്പമില്ല. പറവൂരിൻ്റെ വികസന നായകനാണോ പുള്ളി? കുഴപ്പമില്ല. വി ഡി സതീശനെ എങ്ങനെ വിലയിരുത്തുന്നു? നല്ലൊരു നേതാവാണ്, കുഴപ്പമില്ലാണ്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പറവൂരിൻ്റെ വികസന നായകൻ എന്ന് പറയാൻ പറ്റുമോ? വികസനമൊന്നും അത്രക്ക് വികസനമൊന്നുമില്ല ഇവിടെ. കുഴപ്പമില്ല, ആവറേജ് കൊണ്ട് കുഴപ്പമില്ല. ആണോ? ഒരു വികസന നായകൻ എന്ന് പറയാൻ പറ്റുമോ? വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതില്ലെങ്കിലും പുള്ളി ആയ വഴിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇത്രയും നാൾ ഇരുന്നിട്ട് ഇവിടെ ഇപ്പോൾ പല റോഡുകളും 2 വണ്ടി, ഞങ്ങളുടെ അവിടെയൊക്കെ ഇൻഫൻറ്റ് സ്കൂളിൻ്റെ അടുത്ത് എൻ്റെ വീട്, 2 വണ്ടി വന്നു പോകാൻ വീതിയില്ല. മാസ്റ്റർ പ്ലാൻ ഇവിടെ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെ നടപ്പിൽ വന്നിട്ടില്ല. ചില സമയത്തൊക്കെ എനിക്ക് മാർക്കറ്റിൽ കടയാണ്, മാർക്കറ്റിലേക്ക് പോകാൻ നേരത്തെ ആ സ്കൂൾ ടൈമിന് റോഡ് 2 വണ്ടി വന്നാൽ പോകാൻ പറ്റില്ല. 10, 15, 20 മിനിറ്റ് റോഡിൽ നിൽക്കാറുണ്ട് ഇൻഫൻറ്റ് സ്കൂൾ. അപ്പം അങ്ങനെയുള്ള വികസനങ്ങളൊന്നും വന്നിട്ടില്ല ഇവിടെ. അപ്പം അതിന് പുള്ളി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരുന്നു. മിക്ക വഴികളിലും 2 വണ്ടി വന്ന് പോകാൻ വീതിയില്ല. ഇവിടെ മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്നാണ് പറയണത്. അത് പാസ്സായിരിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് എത്രത്തോളം സത്യമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതുവരെ ഒരു നടപടിയായിട്ടില്ല. വാഹനങ്ങൾ പെരുകിയില്ല, എന്തോരം 2 വീലർ തന്നെ എന്തോരാ. അതനുസരിച്ചുള്ള റോഡില്ലല്ലോ, 100 കൊല്ലത്തിന് മുമ്പുള്ള വഴിയാണല്ലോ ഇപ്പോഴും. അപ്പം അങ്ങനെയൊക്കെയുള്ള വികസനങ്ങൾ വന്നിട്ടില്ല ഇവിടെ. ഏറ്റവും ഇത് നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഇപ്പോൾ വണ്ടിയില്ലാതെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്ത് കാര്യത്തിന് പോകണമെങ്കിലും വണ്ടി വേണമല്ലോ. അപ്പോൾ വഴി സൗകര്യം ഉണ്ടെങ്കിലല്ലേ അത് നടക്കുള്ളൂ. വികസനം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് പറവൂര് വേറൊരു എതിരാളി വന്നിട്ട് പോലും പല എതിരാളി വന്നിട്ട് പോലും പുള്ളിയെ നയിച്ചുകൊണ്ടാണ് നല്ലൊരു വികസന പ്രവർത്തനം പറവൂർ ചെയ്യാനുണ്ടാകും. ജയിക്കും, എന്തായാലും ജയിക്കും. പറവൂര് ഒരു UDF മണ്ഡലമായിട്ടാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. വി ഡി സതീശനിൽ നിന്ന് ജയിക്കും. നല്ലൊരു പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഡിബേറ്റുകൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നിയമസഭയിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ, നല്ല ഡിബേറ്റുകൾ, പ്രതിപക്ഷത്തിന് നേതൃസ്ഥാനത്ത് നിന്നിട്ട് പുള്ളി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പുള്ളി എടുത്ത തീരുമാനം നല്ലതല്ലേ? നല്ല തീരുമാനമാണ് പുള്ളി എടുത്തത്. മാറി നിൽക്കണമെന്നല്ലേ പുള്ളി പറഞ്ഞു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നല്ല തീരുമാനം തന്നെയാണ്. പുള്ളി പറഞ്ഞ കാര്യം പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് തന്നെയല്ലേ പറഞ്ഞത്. എന്നിട്ട് പുള്ളി അതിൻ്റെ ഇത് തെളിയിച്ചിട്ട് തിരിച്ചു വരിക. അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം നല്ലൊരു വ്യക്തിയാണ്. ഈ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന വ്യക്തിയാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയക്കാരും എൻ്റെ സുഹൃത്തുക്കളാണ്. തർക്കമില്ലാത്ത MLA ആണ്. വികസന നായകനാണോ പറവൂരിൻ്റെ? വികസന നായകൻ ഒരു രാഷ്ട്രീയമായൊരു ടേമാണല്ലോ. ആളുകൾ ഇങ്ങനെ അവരുടെ MLA അല്ലെങ്കിൽ അവരുടെ നേതാവ് വികസന നായകൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. വികസനം ഉണ്ടോ? വികസനം ഉണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേ രീതിയിൽ വരണമെന്നില്ല. അപ്പോൾ വ്യത്യാസങ്ങൾ വരുമല്ലോ. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ നമ്മുടേത് ഓവറായിരിക്കാം. പിന്നെ നമ്മുടെ നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ഹൈവേ അത്രയല്ലേ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടിയിട്ടില്ല. ചേട്ടയിക്കുന്നത് അദ്ദേഹത്തിന് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് എതിർപ്പുണ്ടല്ലോ. SNDPയുടെ ശക്തമായ എതിർപ്പ്, വെള്ളാപ്പള്ളിയുടെ എതിർപ്പ് നേരത്തെ തന്നെയുണ്ട്. അതിനെ മറികടന്ന് വിജയിക്കാനുള്ളൊരു സ്വാധീനം അദ്ദേഹത്തിനുണ്ട് എന്നതാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ഭരണമാണ്. നല്ല MLA ജനപ്രതിനിധി എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. കല്ലേറയിലൊക്കെ പിന്നെ ഇപ്പോൾ കുറച്ച് കല്ലേറയിൽ ഞങ്ങൾക്ക് റോഡും കാര്യങ്ങളൊന്നും അത് MLAയുടെ ഇതിലാണ് പണിയണത്. പക്ഷെങ്കിലും അതിപ്പോൾ ഇതാക്കി വെച്ചേക്കണതാണ്. നല്ല ആ ഒരു ഇതേ ഉള്ളു. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ആ നാട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഇല്ലാഞ്ഞിട്ടും വെള്ളവും പിന്നെ ഇതും
വഴികളും ഒക്കെ MLA നല്ല ഇതാണ്, കുഴപ്പമില്ല. എൻ്റെ പേര് ജോസഫ്. ഞാൻ INTUSര മണ്ഡലം പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും പറയാനില്ല. കാരണം നമ്മളുടെ ഒരു ഇത് വെച്ചിട്ട് പറയണം, എല്ലാവരോടും നല്ല സൗമ്യതയോടെയാണ് പെരുമാറുന്നതും എടുക്കുന്നതും. എവിടെ വെച്ച് കണ്ടാലും ഒരാളെ ഒരു പ്രാവശ്യം കണ്ടാൽ അപ്പോൾ ആ പേര് മറക്കാണ്ട് ആളെ തോളത്ത് കെട്ടി പ്രവർത്തനം നമ്മൾ ഇത് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിത്വം ഉണ്ട് അദ്ദേഹത്തിന്. ഈ പറവൂരിൻ്റെ വികസന നായകൻ എന്ന് VD സതീശനെ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പം എന്ന് വെച്ചാൽ ഇത് മുനിസിപ്പാലിറ്റി നമ്മളെ ഗവൺമെൻറ് ഫണ്ട് വേറെയാണല്ലോ. മുനിസിപ്പൽ ഇതിപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസുമാണ്. അതേപോലെ MLAയുടെ ഫണ്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അദ്ദേഹം കയറിയ ഇടയ്ക്കുള്ള നാളുകളിൽ പറവൂരിൻ്റെ വികസനം ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നുവെച്ചാൽ പഴയ കാലങ്ങളിൽ കിടന്ന പോലെ അല്ല പറവൂർ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം MLA ആയതിനു ശേഷം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഞാനൊരു ഇതായിട്ട് പറയുന്നതല്ല, നമ്മളുള്ള കാര്യമാണ് പറയുന്നത്. പറവൂർ വന്നതിന് ശേഷം പുള്ളി MLA ആയതിനു ശേഷം ഇവിടെ പറവൂർ വികസനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റി ഫണ്ട്, പിന്നെ ഒരു കാര്യം ടൗൺ ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ഫണ്ട് ഒരു കുറവുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ നമുക്ക് വികസന നായകൻ എന്ന് പറഞ്ഞാൽ അത് വികസനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ എന്ന് ചെറിയ റോഡുകളും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിട്ട് പോലും അതിനെ നല്ല റബ്ബറൈസിങ് റോഡാക്കി നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു DSIസിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറവൂർ വികസനങ്ങളൊന്നുമില്ല. പറവൂർ എന്താ വികസനം ഉള്ളത്? പറവൂർ പണ്ട് 19 കൊല്ലങ്ങൾ കാണുന്നുള്ള വികസനങ്ങൾ മാത്രമേ പറവൂരുള്ളൂ. ഇവിടെ ചേന്നമംഗലം ജംഗ്ഷൻ ഇപ്പോഴും തിങ്ങിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ട് അതിനൊരു പരിഹാരമില്ല. അത് പൊളിച്ച് മാറ്റി അവിടെ വീതി കൂട്ടാനുള്ള ഏർപ്പാടുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പറവൂർ എന്താ ഈ വിങ്ങി പൊട്ടിയാണ് ഇവിടെ കിടന്നു, ട്രാഫിക്കിൻ്റെ ഇതായിട്ടും എല്ലാം കൊണ്ടും. ഇവിടുത്തെ നഗരസഭ ആയാലും MLA ആയാലും കാര്യമായിട്ടുള്ള ഒരു പരിപാടികൾ നിൽക്കുന്നുണ്ട്. പിന്നെ തുടർച്ചയായിട്ട് VD സതീശൻ ഇവിടെ ജയിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർട്ടിയിലുള്ള ചില എതിർപക്ഷത്തുള്ള ആൾക്കാരുടെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്, പിന്നെ ജാതി സമവാക്യങ്ങളൊക്കെയാണ് അതിനകത്ത് വന്നത്. അല്ലാതെ സതീശൻ്റെ ഒരു വികസനം കൊണ്ടൊന്നും ഞങ്ങൾ പറയില്ല. പിന്നെ 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ മുടക്കിയിട്ട് ചില സ്ഥലത്ത് റോഡുകൾ കൊടുക്കും, അതൊരു വികസനമാവില്ല. പറവൂർ ഒരു IT ഇല്ല, പറവൂർ കോളേജില്ല. കോളേജ് ഇപ്പോൾ പിണറായി സർക്കാർ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനൊരു ഇതുണ്ടായത്. പിന്നെ ഒരു 50-50 നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായം ഇല്ല. ഇപ്പം ജനങ്ങളായിട്ട് ഇടപഴകാൻ നല്ല മനുഷ്യനാണ്. ആളുകളായിട്ട് എന്ത് കാര്യങ്ങൾ സംസാരിക്കാനും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്നാലും കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. എന്നാലും അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് നല്ലതേ പറയാനുള്ളൂ. തരക്കേടില്ലാത്തൊരു മനുഷ്യനാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും സംസാരിക്കാനും ഒക്കെ നല്ല രീതിയിൽ, എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സഡൻ അതിന് നടപടിയെടുക്കാനും ഒക്കെ കഴിവുള്ളൊരു മനുഷ്യനാണ്. ഇപ്പം മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനടി ആ കാര്യത്തിൽ ഇടപെട്ട് അതിൻ്റെ ഒരു തീരുമാനം എടുത്തില്ലേ. ആ സമയത്ത് മറ്റേ ഒരു കാര്യത്തിനകത്ത്, ആ പോലീസുകാരുടെ കേസിനകത്ത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അന്ന് സഡൻ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ മുഖ്യമന്ത്രി ആ കേസുകൾ അറിഞ്ഞു, പിന്നെ ആ തീരുമാനം എടുക്കാം, അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അതങ്ങനെ ചെയ്തില്ല, അത് നമുക്ക് വിഷമമുണ്ട് ആ ഒരു കാര്യത്തിൽ. ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് അങ്ങനെയല്ല, സംഭവം ഉണ്ടായി ഉടനടി തീരുമാനം എടുക്കാൻ കഴിവുള്ളൊരു നേതാവായിരുന്നു. അദ്ദേഹം ആ തീരുമാനം എടുക്കുകയും ചെയ്ത്. അപ്പം നമുക്കൊരു അങ്ങേര് കൊള്ളാം, ആ തീരുമാനം എടുത്തല്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഒരുപാട് പുരോഗതി ഇനി വരാനുണ്ട്. അപ്പോൾ അതും കൂടി ഇനി വരുമ്പോൾ അദ്ദേഹമാണ് ഈ വരുന്നതെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കാൻ കഴിവുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. നല്ല വികസനം, ഒരുപാട് റോഡുകളൊക്കെ ഹൈടെക് റോഡുകളാണ് ഇവിടെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഇടവഴികളിലെ റോഡുകളൊക്കെ സൂപ്പർ റോഡുകളാണ്. ഇപ്പോൾ ഹൈവേയിലെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞില്ലേ, പറവൂരിൻ്റെ ഇടവഴിയിലെ റോഡുകളൊക്കെ ഹൈടെക് റോഡ്. ഒരു റോഡ് ഇടവഴിയിലെ പൊട്ടിപ്പൊളിഞ്ഞിട്ടില്ല. എല്ലാ പഞ്ചായത്തുകളിൽ റോഡുകളൊക്കെ, ഞാനൊരു ഗ്രാമപഞ്ചായത്തിൽ ഏഴിക്കര താമസിക്കുന്ന ആളാണ്. ഞങ്ങളുടെ റോഡൊക്കെ സൂപ്പറാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിളിച്ചാലും പുള്ളി വരാറുമുണ്ട്, സംസാരിക്കാറുമുണ്ട്. അതൊന്നുമില്ല. പക്ഷേ 25 വർഷമായിട്ട് ഇവിടുത്തെ നേതാവാണ്. ഇവിടുത്തെ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് വന്ന ഒരു നേതാവാണ്. പക്ഷേ ഞാൻ 25 വർഷം മുൻപ് ഈ പറവൂർ മണ്ഡലം എങ്ങനെയായിരുന്നു അതിൽ നിന്ന് ഒരു വ്യത്യാസവും ഇതുവരെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു വികസന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ മുനിസിപ്പാലിറ്റി നടക്കുന്നതാണ്. ഒരു രീതിയിലുള്ള വികസനവും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അത് ഇവിടുത്തെ ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യം തന്നെയാണ്. ഒരു രീതിയിലുള്ള വികസനവും ഞാൻ കാണുന്നില്ല. ആ പഴയ ഇതിനു മുൻപേ ഉള്ള മുനിസിപ്പാലിറ്റിയാണ് അങ്കമാലി. ആ മുനിസിപ്പാലിറ്റി എത്രയോ
നമ്മളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ മുൻപന്തിയിലാണ് ഒന്ന് ആലോചിക്കണം. ഇനി ഇവിടെ കാർഷിക മേഖലയാണ്, ജനങ്ങളുടെ ആ മേഖലയിൽ പോലും ഒരു വികസനം ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടില്ല, ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കന്മാരെക്കാളും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വ്യക്തികൾ വരണം, പുതിയ തലമുറയിൽ നിന്ന് വരണം എന്നതാണ്, രാഷ്ട്രീയ ഭേദമന്യേ വരണമെന്നാണ് നമ്മളുടെ കാഴ്ചപ്പാട്, ചിന്താഗതി അത് തന്നെയാണ്. ഇവിടെയുള്ള റോഡുകൾ നോക്ക്, ഇദ്ദേഹത്തിന് എന്ത് പ്രതിബദ്ധതയാണുള്ളത്. ഇത് കുത്തഴിഞ്ഞ ഈ കേസരി റോഡുണ്ട്, അതുപോലെ തന്നെ കൈതാരം റോഡ്, അതൊക്കെ കുത്തിപ്പൊളിഞ്ഞ് പൊട്ടിക്കിടക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വമില്ല ഇതൊക്കെ നന്നാക്കണത്. ഇവിടെ പൈപ്പ് പൊട്ടിക്കിടന്ന് ആഴ്ചകളോളം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, അത് ശരിയാക്കാനായിട്ട് ഇതുവരെ ആരും വന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം വിമർശനാത്മകമായിട്ട് പറയുന്നതല്ല, ഇത് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വികസനം കൊണ്ടുവരേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുൻപന്തിയിൽ നിന്ന് നടത്തി കൊടുക്കണം. അല്ലാതെ വാപോയ വാക്കത്ത് പോലെ പ്രസംഗിച്ച് നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.